സന്തോഷം. നിങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ്. എൻ്റെ ബ്രദർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഞാൻ പോകുന്നത്, ബോംബെ പോസ്റ്റ് എന്ന് പറയുന്ന പടം. ആ സബ്ജക്റ്റ് ചെയ്യാനുള്ള യോഗ്യത എനിക്കുണ്ടോയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനോട് ചോദിച്ചു, ഞാൻ അത് ചെയ്യണോ, നിങ്ങൾ ഈ പരോളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ നരട്ട പടമൊക്കെ ചെയ്ത് ഇങ്ങനത്തെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ചെറിയ പടങ്ങൾ മാത്രം ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വലിയ പടങ്ങളും സൂപ്പർ സ്റ്റാർ വെച്ചിട്ടുള്ള പടങ്ങളുണ്ട്. പക്ഷേ 28 ആർട്ടിസ്റ്റിൽ വെച്ചിട്ട് ആ ഒരു പടം ബോംബെ പോസ്റ്റ് മാസമായിട്ട് അതിൻ്റെ സബ്ജക്ട് മെഡിക്കൽ ഓറിയൻറ്റഡ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്നു. അതായിരിക്കും എൻ്റെ കരിയറിലെ ബ്രേക്ക് എന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയണം. വളരെ സന്തോഷം. പിന്നെ ടച്ച് എന്നാണ് സബ്ജക്ട്. അതേ പോലെ ചെറിയ കുഞ്ഞു പടം, കുഞ്ഞു പ്രോഗ്രാം വരാൻ പറ്റുമോ തൃശ്ശൂരിൽ നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ എൻ്റെ ബ്രദർ അങ്ങനെ ഒഴിവാക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് അപ്പം വന്നിട്ട് ചെറിയ പ്രോഗ്രാം ചെറുതും വരുന്നതല്ല, ആൾക്കാർ കൂടുന്നതല്ല, നിങ്ങൾ ഈ വന്നിരിക്കുന്നവരാണ് ഇത് കാണേണ്ടത്. ഇതൊരു ഫെസ്റ്റിവൽ മൂവിയാണെങ്കിൽ നിങ്ങൾ കൈയടിക്കുക, നിങ്ങൾ കാണുക. ഫെസ്റ്റിവൽ കാണുമ്പോൾ ഇതിൻ്റെ ഇനി ഇറങ്ങുന്ന മറ്റുള്ള സോങ് എല്ലാം ഏറ്റെടുക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ അടുത്തൊരു പ്രോജക്റ്റിലൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ആർട്ടിസ്റ്റൂടെ വന്നിട്ട് വിളിക്കാൻ വിട്ടുപോയതാണ്, ജിയോ ജോൺ അല്ലേ? അത് ഞാൻ അദ്ദേഹം തന്നെ വിളിച്ചു. അല്ല, ഞാൻ വിളിക്കാം. എനിക്ക് അദ്ദേഹത്തെ മാത്രമല്ല, ഈ സിനിമയിൽ എന്നോടൊപ്പം, കാര്യം ഇത് സാധ്യമായത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്നോടൊപ്പം ചേർന്ന് എൻ്റെ കുറച്ച് സഹപ്രവർത്തകരുണ്ട്, എൻ്റെ കുട്ടികളെല്ലാം അവരൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയാം. അതിനുമുമ്പ് നമുക്ക് ഈ ചടങ്ങ് ഒന്ന് കൂട്ടുപോലെ നേരം വിളിക്കുന്നുണ്ട്. ഓക്കെ.